ഹലോ ഗായ്സ്. സോ ഇന്നൊരു അൺഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ലുക്ക് നമ്മുടെ നവരാത്രി വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തൊരു ലുക്കാണ് കേട്ടോ. അപ്പം നമുക്ക് അൺഗെറ്റ് റെഡി ചെയ്താലോ? ഫസ്റ്റ് തന്നെ ഞാൻ അയച്ചു കൊടുക്കുന്ന ഈ നെറ്റിച്ചുട്ടിയാണ്. എൻ്റെ മുഖത്ത് തീരെ, എൻ്റെ മുടിയിൽ തീരെ മര്യാദയ്ക്ക് കിടക്കാത്തൊരു സാധനമാണ് ഗൈസ് ഈ നെറ്റിച്ചുട്ടി എന്ന് പറയുന്നത്. അപ്പം അതെന്നെ ആദ്യം തന്നെ ഞാൻ എടുത്ത് മാറ്റി. പിന്നെ വള മാറ്റി. നിങ്ങൾ എൻ്റെ ചില വീഡിയോസിലൊക്കെ ഈ ഒരു നെക്ലസ് രണ്ടെണ്ണം കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത് എൻ്റെ ഉള്ള വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് നെക്ലസസ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീഡിയോസിൽ കുറേയൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ല നെക്ലസ് തന്നെയായിരുന്നു. ഇത് ഞാൻ കുറച്ച് ദൂരെ പോയി മേടിച്ചതാണ്, ടൗണിൽ അവിടെ നിന്ന് മേടിച്ചാന്ന് തോന്നുന്നു. ഇത് ഞാൻ എൻ്റെ അടുത്തുനിന്നുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് നെക്ലസസ് ആയി മാറിയിട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ അത്ര പെട്ടെന്ന് എൻ്റെ ഫേവറേറ്റ് ഒന്നും ആവാറില്ല, പക്ഷെ ഈ രണ്ട് നെക്ലസസ് എൻ്റെ പെട്ടെന്ന് എൻ്റെ ഫേവറേറ്റ് ആയി മാറി. പിന്നെ നമ്മൾ കയ്യിൽ മറ്റേ അൽത്ത ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നമ്മൾ കഴുകി കളഞ്ഞു ഗൈസ്. കാരണം അത് പെട്ടെന്ന് അത് കൈ മാത്രം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല, സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ആണ് ഞാൻ അതെടുത്ത് മാറ്റി. ഈ രണ്ട് നെക്ലസ് മാറ്റിയപ്പോ തന്നെ, ഒരെണ്ണം മാറ്റിയപ്പോ തന്നെ സമാധാനം ഗൈസ്. എനിക്ക് അത് അത്ര കംഫർട്ടബിലിറ്റിയുടെ പ്രശ്നമില്ല, പക്ഷെ ഇത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് ഗൈസ്. കഴുത്തിൽ കിടക്കുമ്പോഴേ ഭയങ്കര ടൈറ്റ് ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് സ്കിന്നിൽ, കഴുത്തിലും ഫേസിലൊക്കെ ഇൻഫെക്ഷൻ ഉള്ള ഒരു പേഴ്സണും കൂടി ആയതുകൊണ്ട് ഇനി ഇത് കുഴപ്പമില്ല. ചില നെക്ലസസ് ഇടുമ്പോൾ പെട്ടെന്ന് എന്റെ കഴുത്തിൽ പാട് വരും കേട്ടോ ഗൈസ്. പിന്നെ ജിംക്ക് ഞാൻ ചെറുതെ ഇട്ട് കൊടുത്തുള്ളൂ, വലുതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു വിധായനെ. നമ്മൾ കുറെ ടേക്ക് പോയിട്ടാണ് കേട്ടോ കറക്റ്റ് ആയത്. ഒരു നൈറ്റ് ടൈം ഈ വീഡിയോ ചെയ്ത കാരണം തന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ അത് സെറ്റാക്കി. ഈ ഹെയർ ഒന്ന് കെട്ടിക്കൊടുത്താലേ ബാക്കിയുള്ളത് തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അരപ്പട്ടയും കൂടി അടിച്ചു കൊടുത്തു ഗൈസ്. ഇനി സാരി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നാലോ? സോ ഇനി സ്കിൻ കെയർ ചെയ്യാം, ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യാം, കിടക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോ. ബൈ.